നിങ്ങൾക്കുള്ളതുപോലെ എല്ലാവർക്കും ഉള്ള ഒരു ഡൗട്ടാണ് എന്താണ് ഈ ഫാൾ എന്നുള്ളത്. അപ്പൊ ഇനി കൺഫ്യൂഷൻ വെച്ചിട്ടോ അല്ലെങ്കിൽ ഡൗട്ട് വെച്ചിട്ടോ ഇനി ഇരിക്കേണ്ട, ഞാൻ പറഞ്ഞുതരാം എന്താണ് ഈ ഫാൾ എന്നുള്ളത്. ആദ്യം തന്നെ ഫാളിന്റെ മീറ്റർ പറയുകയാണെങ്കിൽ 2.25 to 2.5 മീറ്റർ ആണ് ഈ ഒരു ഫാൾ ഉള്ളത്. ഇത് നമ്മൾ വെട്ടി അടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഷോപ്പിൽ പോയിട്ട് നേരിട്ട് വാങ്ങിയാൽ 20-30 രൂപയ്ക്കൊക്കെ ഈ ഒരു സംഭവം ഓൾറെഡി സ്റ്റോക്ക് ആക്കിയിട്ട് അവർ വെച്ചിട്ടുണ്ടായി. സാധ്യമായി ഷോപ്പിൽ പോയിട്ട് അവർ കൃത്യമായിട്ട് അതിന്റെ കളർ അനുസരിച്ച് ഫാൾ എടുത്ത് തരും കേട്ടോ. ഒരു ലൈനിങ്, ഒരു കോട്ടന്റെ ലൈനിങ് പോലുള്ള ഒരു തരം മീറ്റർ ആണ്, മീൻസ് ഒരു തരം ക്ലോത്ത് ആണ് ഈ ഒരു ഫാൾ എന്ന് പറയുന്നത്. ഫാൾ വെക്കേണ്ട എക്സാക്ട് ആയിട്ടുള്ള പൊസിഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെൻട്രൽ പ്ലീറ്റ് വരുന്ന ഭാഗമാണ് കേട്ടോ. സെൻട്രൽ പ്ലീറ്റിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ ഫാൾ വെക്കുന്നത്. അതും ഞാൻ പറഞ്ഞുതരാം അതെന്താണ്. ഈ ഒരു സാരി ബനാറസി ജോർജറ്റ് ആയിട്ടുള്ള സാരിയാണ് കേട്ടോ. ഒറിജിനൽ ബനാറസി കാര്യങ്ങളൊന്നും അല്ല. അപ്പം ഇതിന്റെ ആദ്യം കാണിച്ചത് സെൻട്രൽ പ്ലീറ്റ് ഭയങ്കര ഒതുങ്ങി കിടക്കുന്നതും അതേപോലെ തന്നെ പെട്ടെന്ന് കാറ്റ് അടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു ലുക്ക് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അവിടെ ഒരു കട്ടി തോന്നിക്കാനാണ് മെയിൻലി ഈ ഒരു ഫാള് ഈ ഒരു സാരിനെ സഹായിച്ചിട്ടുള്ളത്. ഭയങ്കരമായിട്ട് കുഴഞ്ഞു നിൽക്കുന്ന സാരീസിലൊക്കെ ഫാള ഇടയാം. അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ആദ്യം കാണിച്ചതുപോലെ നമ്മൾ ബാക്കിൽ ഈ പറഞ്ഞിട്ടുള്ള ഈ നെയ്ത്തിന്റെ നൂലുകൾ ഇങ്ങനെ വലിഞ്ഞു നിൽക്കുന്നുണ്ട്, ഒരു പ്രിന്റ് ഉണ്ടായിരിക്കല്ലോ. അത് പിന്നെ നമ്മളെ കാലിൽ പാസറ്റിലൊന്നും കൊളത്തണ്ട എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഫാളൊക്കെ വെക്കാം കേട്ടോ. കാരണം അതിന്റെ നൂല് അവിടെ ഉണ്ടാവും. ഈ ഫാൾ വെച്ച് നമുക്ക് ബ്ലോക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ തന്നെ ഒരു ക്ലയൻസിനോടും സാരി ഡ്രേപ്പിസ്റ്റ് ആയിക്കോട്ടെ മേക്കപ്പ് ആർട്ടിസ്റ്റ് ആയിക്കോട്ടെ ഈ ഒരു പൊട്ടത്തരം വിളിച്ച് പറയരുത്. അതായത് നിങ്ങൾക്ക് ഫ്ലഫി പ്ലേറ്റ്സ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഫാൾ വെക്കണം എന്നുള്ളത് അങ്ങനത്തെ ഒരു സംഭവമേ ഇല്ല കേട്ടോ. നമ്മള് ആ ഒരു സാരിയിൽ ഫ്ലഫി പ്ലേറ്റ്സ് കിട്ടില്ല, എന്നാൽ നമുക്ക് ഈ ഒരു ഫാള് വെച്ചിട്ട് നമുക്കൊരു അഡ്ജസ്റ്റ് ചെയ്യാം എന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ പറയാം. കാരണം ചെറിയൊരു പൊന്തലുണ്ടാവും, പക്ഷെ അതിനൊരിക്കലും ഫ്ലഫി പ്ലേറ്റ്സ് ഒന്നും പറയില്ല കേട്ടോ. അപ്പോൾ ഒറിജിനൽ ഫ്ലഫി പ്ലേറ്റ്സ് നിങ്ങൾ എന്ത് പറയും? ഇത്തരം ഇൻഫോർമേറ്റീവ് വീഡിയോസ് നിങ്ങളിലേക്ക് എത്തണമെങ്കിൽ ഈ ഒരു പേജ് ഫോളോ ചെയ്ത് വെച്ചേട്ടോ.